Afternoon. Good afternoon, ma'am. Afternoon. Prayer. Prayer. അരിയുടെ മാറിയടോ അരി അറസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? പെയിനൊക്കെ കുറവുണ്ട് മാം. ഇപ്പം റിവ്യൂവിന് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. വെയിറ്റിംഗിലാ. അതിലൊരാൾ പ്രയർ പാടും. ഞാൻ പാടാം. ഈശ്വരാനപദാനങ്ങൾ പാടുന്ന കുഴലാ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഈശ്വരാ നിൻ പ്രയർ ആരെങ്കിലും പാടും. മിസ്സേ, ഞാൻ പാടാം. കേൾക്കുന്നില്ല കേട്ടോ. പാടുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇന്ന് നമ്മൾ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ ചെയ്യാം മിസ്സേ. പാടിയല്ലോ. ഓക്കെ, ഒന്ന് പാടി നോക്കിയേ. ഇപ്പൊ പാടിയേ. അവിടെ നിങ്ങൾ പറയണൊന്നും എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഹലോ. പിന്നെ പാടിക്കോളൂ. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാം കുഴലാക്കി മാറ്റുകെന്നേ. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാം കുഴലാക്കി മാറ്റുകെന്നേ. നന്മതൻ തൂമണം പാരിൽ പടർത്തുന്ന പൂമരമായി എന്നെ മാറ്റേണമേ. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാം കുഴലാക്കി മാറ്റുകെന്നേ. കൃഷ്ണനായി ബുദ്ധനായി ക്രിസ്തുവായി നബിയായി വന്നു നീ ദിവ്യ പ്രകാശമായി. ഒന്നാണു ദൈവം സ്നേഹമതിൻ പാവം സത്യസ്വരൂപനായി
പാടുന്ന ഉള്ളാം കുഴലാക്കി മാറ്റുകെന്നെ. ഓക്കെ മിസ്. Thought of the day. പിന്നെ നല്ല പ്രയർ ആയിരുന്നു കേട്ടോ, നല്ലോണം പാടും. താങ്ക് യു മിസ്. ഞാൻ അങ്ങനെ ഒന്നിനും വരാറില്ല, കുറച്ച് ബിസി ആയിപ്പോയി. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആകെ എന്തോ ഒരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? എല്ലാം പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്തിനാ പേടിക്കുന്നേ? അല്ല, ഫസ്റ്റ് ടൈം ഒക്കെ ആയതുകൊണ്ട് ഒരു പേടി വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ശരി. Thought of the day. Thought of the day. മാം ഞാൻ പറയട്ടെ. Arise, awake and stop not till the goal is reached. Swami Vivekananda. Okay. Signing. ഇനി ഒരു പാട്ട് കൂടി പാടാമോ? പിന്നെ സൈനിങ് ചെയ്യാൻ പാടാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ല സിനിമ. ഓക്കെ. നമ്മൾ മാച്ചാണോ വസ്വിന? പാടുവിനോ? തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലിയിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലിയിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. താങ്ക് യു മിസ്. നല്ല വോയിസ് ആണ്. അപ്പൊ ഇത്രയും നാള് പ്രയർ പാടാതെ ഇതിന്റെ ഇടയ്ക്ക് പാടിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പോ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടേ, അതിന്റെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഒന്നിലും അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കെന്താ വിശേഷം? സുഖാണോ? സെമിനാർ ആണ് കേട്ടോ, അല്ലേ? അറിയാലോ. അറിയാം. അറിയാം. അപ്പൊ ആരൊക്കെയാ എന്തൊക്കെയാ ചെയ്യാനുള്ളത്? റേഡിയേഷൻ പൊല്യൂഷൻ. അതിനു മുന്നേ ആരൊക്കെയോ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ വേണ്ടിയായവരോ ആരൊക്കെയാണ്? ഞാൻ റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയേഷൻ പൊല്യൂഷൻ. നമ്മുടെ മാനേജർ ടീച്ചർ എടുത്തത് ഏത് ടോപ്പിക് ആയിരുന്നു? ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ എടുത്തു. എയർ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലേ? എയർ എടുത്തേണോ? ഇല്ല. എയർ പൊല്യൂഷൻ ലിനി തോമസ് ആയിരുന്നു. അതുപോലെ സൗണ്ട് പൊല്യൂഷൻ റംസീന. അത് രണ്ടും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഏതാണ് എടുക്കുന്നത് ടോപ്പിക്? സൗണ്ട് പൊല്യൂഷൻ. റംസീന. ഓക്കെ. ക്യാമറ ഓൺ ചെയ്ത് എടുക്കുന്നവര് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. റംസീന ഫേസില് ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ്. എന്നെ നോക്കണ്ട, ഒരു ക്ലാസ് കൺട്രോൾ ചെയ്തോളാം കേട്ടോ. ഒരു മിനിറ്റ് പറഞ്ഞല്ലേ. നല്ല ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ. ആ ഫേസ് കണ്ടാ അറിയാം. ധൈര്യം ഇല്ല ടീച്ചറെ. എന്തിനാണ്? നമ്മുടെ ക്ലാസ് അല്ലേ, പിന്നെന്താ പഠിക്കണം കേട്ടോ. ഇനി എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്യുന്നില്ലേ? നമ്മുടെ ഫേസിലേക്ക് വെട്ടം വരുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കണോ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറ്റുമോ? അവിടെ ചെയറുണ്ടോ? ടേബിൾ ഉണ്ടോ?
അത് ഇവിടെ പെയിന്റിങ് നടത്തുന്നില്ലേ ഒരു ഓക്കെ എന്താണ് കംഫർട്ടബിൾ അതുപോലെ ഇരുന്നോ കേട്ടോ. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ നല്ല ടെൻഷൻ ഉണ്ട്. ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് സൗണ്ട് പൊല്യൂഷൻ ആണ്. Noise pollution can also have a significant impact on our mental health. നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ശബ്ദ മലിനീകരണം. ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഉയർന്ന തോതിൽ ബാധിക്കുവാൻ ശബ്ദ മലിനീകരണത്തിന് കഴിയും. In this seminar, I would like to talk about the problems caused by noise pollution, how dangerous it is to us, how can deal with overcome to this problem, and the laws related to noise pollution. നോയ്സ് പൊല്യൂഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ്, ഇതിനെ എങ്ങനെ നേരിടാം, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് ഈ സെമിനാറിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശബ്ദ മലിനീകരണം, ഇതിനെ നമ്മൾ നോയ്സ് പൊല്യൂഷൻ എന്നാണ് പറയുന്നത്. മനം പുരട്ടൽ വരിക, ഓക്കാനം വരിക, ഛർദിക്കാൻ വരിക എന്നർത്ഥം വരുന്ന നോസിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് നോയ്സ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. Unwanted sound is simply called noise, the intensity of which is usually measured in a unit called decibel. The mildest sound that human hear directly is called threshold of hearing. അനാവശ്യമായ ശബ്ദത്തെ ലളിതമായി നോയ്സ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ തീവ്രത സാധാരണയായി ഡെസിബൽ എന്ന യൂണിറ്റിലാണ് അളക്കുന്നത്. മനുഷ്യർ കേൾക്കുന്ന ഏറ്റവും സൗമ്യമായ ശബ്ദത്തെ ഹിയറിംഗ് ത്രഷോൾഡ് എന്ന് വിളിക്കുന്നു. അസുഖകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന ശബ്ദമാണ് നോയ്സ് എന്ന് പറയുന്നത്. അധികം ഉച്ചത്തിലുള്ള ശബ്ദം ദീർഘനേരം കേൾക്കുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. നോയ്സ് ഓവർലോഡ് തലച്ചോറിന്റെ വിവരശേഖരണ ക്രമീകരണ ശേഷി താളം തെറ്റിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചിന്തകൾക്കുമേൽ മറ്റുള്ളവർക്ക് ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ സൗണ്ട് ആൻഡ് സൈലൻസ് ടെക്നിക് യൂസ് ചെയ്യുന്നത്. എയർ ക്വാളിറ്റി നശിപ്പിക്കുന്ന ഒരു മാലിന്യമാണ് നോയ്സ്. ഇത് ഒരു വിഷപദാർത്ഥമല്ല, എന്നാൽ അളവിൽ കൂടുതലായാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് വിഷം പോലെ പ്രവർത്തിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് നോയ്സ്. കുട്ടികളും രോഗബാധിതരും വൃദ്ധരുമാണ് ശബ്ദ മലിനീകരണത്തിന്റെ ഇരകൾ. ചെറുപ്പക്കാർക്ക് ഇത് താങ്ങാനുള്ള ശേഷി കൂടുതലാണ്, പക്ഷേ അവർക്കും ഇത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് വാസ്തവം. ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന സോഴ്സുകൾ: വ്യവസായശാല, കൺസ്ട്രക്ഷൻ വർക്ക്, പടക്കം പൊട്ടിക്കൽ, ലൗഡ് സ്പീക്കർ, ജനറേറ്റർ, വാഹനങ്ങളിലെ ശക്തിയായ ഹോണുകൾ ഇവയൊക്കെയാണ്. നമ്മുടെ നാട് ഓവർ ക്രൗഡഡായി വരികയാണ്. അത്രത്തോളം ശബ്ദ മലിനീകരണവും കൂടി വരികയാണ്. വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന മിക്ക ഉപകരണങ്ങൾ ശബ്ദശല്യം കൂടുതലുള്ളവയാണ്. ചിന്താശേഷി വൈകല്യം മാത്രമല്ല, മറ്റു നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ശബ്ദ മലിനീകരണം സൃഷ്ടിക്കുന്നു. ഇതിൽ പ്രധാനം ശ്രവണ വൈകല്യമാണ്. ഇത് ക്രമേണ കേൾവിക്കുറവിലേക്കും ബധിരതയിലേക്കും നയിക്കുന്നു. തൊണ്ണൂറ് ഡെസിബലിൽ കഴിയുന്ന ഏത് ശബ്ദവും തുടർച്ചയായി കേൾക്കുന്നത് ഇയർ ഡ്രം, കോക്ലിയ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. നേരെ നിൽക്കാനുള്ള ബാലൻസ് നഷ്ടപ്പെടുക, ചെവിക്കുള്ളിൽ മുഴക്കം അനുഭവപ്പെടുക എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നിരന്തരം ശബ്ദശല്യം സഹിക്കുന്നവർക്ക് പിന്നീടുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളാണ് ഉറക്കം നഷ്ടപ്പെടുക എന്നത്. ഇതുവഴി ദഹനക്കുറവ്, പേശികളുടെ തളർച്ച, രക്തസമ്മർദ്ദം, ഉയർന്ന ഉത്കണ്ഠ, അസഹിഷ്ണുത, ഓർമ്മക്കുറവ്, ഉത്സാഹമില്ലായ്മ, തൊഴിലിൽ പരാജയം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് നോയ്സ് പൊല്യൂഷൻ. ഏറ്റവും പ്രഹനശേഷിയുള്ള ശബ്ദം മിന്നലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്.
ആ ശബ്ദത്തിന്റെ തീവ്രതയിൽ ഇടിവെട്ടേൽക്കുന്ന പ്രതലം വിണ്ടുകീറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആഘോഷവേളയിലുള്ള ഇടിയുള്ള സൗണ്ട് സിസ്റ്റം കുറെ നേരം കേട്ടിരുന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ചെറിയ സമയത്തിനുള്ളിൽ വലിയ ശബ്ദമലിനീകരണം ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് പടക്കങ്ങൾ. അപകടകരമായ രാസവസ്തുക്കളും പുകയും കൂടി ഈ ശബ്ദത്തോടൊപ്പം ചേർന്ന് അന്തരീക്ഷം പരിപൂർണമായി മലിനമാകുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമാവുന്നുണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. ശബ്ദസ്രോതസ്സിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നോയ്സ് റിഡക്ഷൻ ഇയർ പ്ലഗുകൾ വിപണിയിൽ ലഭ്യമാണ്. ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു പൗരന്റെ മൗലികാവകാശങ്ങളും കടമകളുമാണ്. ഇതിൽ രണ്ടിലും നോയ്സ് പൊല്യൂഷൻ വരുന്നുണ്ട്. മോട്ടോർ വാഹന നിയമപ്രകാരം സൈലൻസറുകളുടെ ഉപയോഗം, ഹോണുകൾ ഉപയോഗിക്കുന്നതിലെ നിയന്ത്രണം ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഫാക്ടറി ആക്ട്, റെയിൽവേ ആക്ട് ഇവയെല്ലാം നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആരാധനാലയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പരമാവധി ശബ്ദം 50 ഡെസിമൽ ആണ്. ഒരു മുട്ടുസൂചി തറയിൽ വീണാൽ ഉണ്ടാവുന്ന ശബ്ദമാണ് 1 ഡെസിമൽ. ബ്രീത്തിങ് 20 ഡെസിമൽ. സാധാരണ സംഭാഷണം 60 ഡെസിമൽ. ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് 50 ഡെസിമൽ. കാറിന്റെ ഹോൺ 110 ഡെസിമൽ. ആംബുലൻസ് സൈറൺ 120 ഡെസിമൽ. പടക്കം 140 ഡെസിമൽ. ടെൻഷൻ അടിക്കുന്ന പറഞ്ഞോളൂ. ശബ്ദശല്യം അനുഭവിക്കുന്ന ആൾ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ കംപ്ലൈന്റ് എന്ന് പറയുന്നു. കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെയും എതിർ കക്ഷിയുടെയും മേൽവിലാസം നൽകണം. ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ് അടിയന്തര സന്ദേശം നൽകേണ്ടത്. ജില്ലാ കളക്ടറേറ്റിൽ പ്രിവെന്റീവ് ആക്ഷൻ ആണ് നടക്കുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ക്രിമിനൽ കോടതിയിലേക്കാണ് പരിശോധിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണം തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും 1 ലക്ഷം പിഴയും ഈടാക്കുന്നതാണ്. ഉയർന്ന സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കൂടി നമുക്ക് ചിന്തിക്കാം. അവരുടെ അവകാശങ്ങളെ കൂടിയും നമുക്ക് ചിന്തിക്കാം. ആവശ്യമായ കരുതൽ വേണം എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് പഠിപ്പിക്കാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഓക്കെ, എന്തൊരു ടെൻഷനാണ്. നല്ല ടെൻഷൻ. എന്തിനാണ് ഒരു കുഴപ്പമില്ല, മര്യാദക്ക് എടുക്കാൻ പറ്റും. നല്ലോണം പറയുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ പറഞ്ഞു. കോൺഫിഡന്റ് ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കായിരുന്നു കേട്ടോ. ഓക്കെ, ആദ്യത്തെ നല്ല ടെൻഷനാ. ടെൻഷനിലും കാണാം, ശബ്ദത്തിലുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ. എനിക്ക് നല്ലോണം പറ്റുന്ന ആളാണ്, നല്ലോണം ക്ലാസ് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയട്ടെ. റേഡിയേഷൻ പൊല്യൂഷൻ ആണ് എന്റെ സബ്ജക്ട്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എന്റെ സബ്ജക്ട് റേഡിയേഷൻ പൊല്യൂഷൻ ആണ്. എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ? വാട്ട് ഈസ് റേഡിയേഷൻ പൊല്യൂഷൻ? പ്രകൃതിയിൽ സാധാരണയായി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മനുഷ്യന് ദോഷകരമായ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ പരിസ്ഥിതിയിൽ അഥവാ വായു, വെള്ളം, മണ്ണ് എന്നിവയിൽ കലരുന്ന അവസ്ഥയാണിത്. ഈ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ദോഷകരമായ കിരണങ്ങൾ, അയണൈസിംഗ് റേഡിയേഷൻ,
ജീവജാലങ്ങൾക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനെ ഒരു അദൃശ്യനായ ശത്രു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമുക്ക് ഈ കിരണങ്ങളെ കാണാനോ തൊടാനോ രുചിക്കാനോ ഒന്നിനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റേഡിയേഷൻസിനെ അദൃശ്യനായ ശത്രു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിന്റെ സോഴ്സ്? ആണവ നിലയങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ. നമ്മുടെ ഭൂമിയിൽ ഓൾറെഡി ഈ റേഡിയേഷൻസ് ഉണ്ട്. നമ്മുടെ ഭൂമി ഉണ്ടായ കാലം തൊട്ട് തന്നെ ഈ റേഡിയേഷൻസ് ഉണ്ട്. കോസ്മിക് കിരണങ്ങൾ, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് കിരണങ്ങള്, മണ്ണിലും പാറകളിലും ഒക്കെ സ്വാഭാവികമായി കാണുന്ന റെഡോണ്, ഭൂമിയിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായ യുറേനിയം, തോറിയം പോലുള്ളവ, പിന്നെ ചില ഭക്ഷണത്തിലൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന കോസ്മിക് കിരണങ്ങളെ നമ്മുടെ ശരീരത്തിനോ അല്ലെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓസോൺ പാളികൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഇന്ന് നമ്മുടെ ലോകത്തുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ അമിതമായ ഉപയോഗങ്ങൾ കാരണം ഈ ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഈ സൺബേൺസും ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ ഇപ്പോ അധികരിച്ചിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ നാച്ചുറലി ഉള്ള പ്രൊട്ടക്ഷൻസ് ഇപ്പോ പോയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. ഈവൻ ഞാൻ പോലും ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ഐറ്റംസും ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. ഒരു കാജലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ എനിക്ക് പോലും ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. കാരണം പുറത്ത് ഒരു 11 മണിക്ക് ശേഷം പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ എൻ്റെ ഫേസിൽ വൈറ്റ് കാണുകയും അതുപോലെ ഫേസ് വലിഞ്ഞു പിടിക്കുന്ന രൂപത്തിൽ ഒരു ബേൺ ആയ പോലെ ആവും. അപ്പൊ ഞാൻ സ്കിൻ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു വെയില് പ്രശ്നമാണ്, ഇനി പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്തിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഏകദേശം എനിക്ക് 1500 രൂപ വില വരുന്നുണ്ട്. അതുപോലെ ഞാൻ വിചാരിക്കുന്നു ഇതിലുള്ള മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ ഓരോരുത്തരുടെ സ്കിന്നിന്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ സംഭവിക്കാം. പണ്ടുള്ള കാലങ്ങളിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലി ഉള്ള പ്രൊട്ടക്ഷൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ അതിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട, ഹ്യൂമൻ ബീയിങ്സ് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നോക്കാന്നുള്ള അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. അതിനുള്ള സോഴ്സ് ഇതെങ്ങനെ സംഭവിക്കുന്നു? പ്രധാനമായും മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ കാരണമാണ് ഈ മലിനീകരണം ഉണ്ടാകുന്നത്. ആണവ നിലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ആണവോർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനുപയോഗിച്ച ഇന്ധനങ്ങളും മറ്റ് ആണവ അവശിഷ്ടങ്ങളും ശരിയായ രീതിയിൽ നശിപ്പിച്ചില്ലെങ്കിൽ ഇത് മലിനീകരണത്തിന് കാരണമാകും. അതൊരു പ്രധാന കാരണമാണ്. അതുപോലെ ആണവ അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെർണോബിലും ഫുക്കുഷിമ പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ചെർണോബില് സംഭവിച്ചിട്ടുള്ളത് മനുഷ്യന്റെ കാരണം കൊണ്ടാണ്. മനുഷ്യൻ ശരിയായ രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടും അതിന്റെ യന്ത്രത്തിൽ വന്ന പിഴവും തകരാറും കൊണ്ടാണ് ഇവിടെ ചെർണോബിൽ, ഉക്രൈനിലുള്ള ചെർണോബില് ഈ അപകടം നടന്നിട്ടത്. 1986 ഈ വലിയൊരു സ്ഫോടനം ഉണ്ടായത്. അത് അന്തരീക്ഷത്തെ മുഴുവൻ മലിനീകരിക്കപ്പെടുകയും ഒരുപാട് ആൾക്കാർ ആ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഫുക്കുഷിമയില് 2011 സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ആണവ നിലയത്തിന്റെ വൈദ്യുതി നിലയത്തിന്റെ കൂളിംഗ് സംവിധാനം തകരാറിലാവുകയും അതിനെ തുടർന്ന് റിയാക്ടറുകൾ അമിതമായി ചൂട് പിടിക്കുകയും റേഡിയേഷൻ ചോർച്ച സംഭവിക്കുകയും ചെയ്തു. സുരക്ഷയായി സമീപ പ്രദേശങ്ങളിലെ ആളുകളെ ഒക്കെ മാറ്റി പാർപ്പിച്ചു. ഈ രണ്ട് വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആണവ നിലയങ്ങൾ വളരെ സൂക്ഷ്മമായി നിയന്ത്രിക്കണം. ചെറിയ പിഴവോ പ്രകൃതി ദുരന്തമോ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. റേഡിയേഷൻ മനുഷ്യന്റെ ശരീരത്തിനെ ബാധിക്കുന്ന വലിയൊരു അപകടമാണെന്ന് നമുക്ക് ഈ രണ്ട് വലിയ ദുരന്തങ്ങളിൽ നിന്ന്
മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് വേറെ ഒരു സോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളിലും വ്യവസായശാലകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കായി, ഉദാഹരണത്തിന് എക്സ്റേ, ക്യാൻസർ ചികിത്സ ഇവയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളുടെ കൃത്യമല്ലാത്ത കൈകാര്യം ചെയ്യലാണ് വേറൊരു കാരണം. പിന്നെ നാലാമതായുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഖനനം, യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കള്, ധാതുക്കള് ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. പിന്നെ ഒന്നാണ് ആണവ പരീക്ഷണങ്ങൾ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ എന്താ സംഭവിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും വലിയ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ സമയത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ട് നഗരങ്ങളാണ്. ഈ രണ്ട് നഗരങ്ങളിലും ആണവ ബോംബുകൾ വീണു. ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-നുമാണ് ബോംബാക്രമണം നടന്നത്. ഇത് വലിയ തോതിൽ ജീവഹാനി ഉണ്ടാക്കി, നഗരങ്ങളെ മുഴുവൻ നശിപ്പിച്ചു, അത്യധികം റേഡിയേഷൻ പരതി. ഇന്നും അവിടെയുള്ള ജനങ്ങൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പിറക്കുന്ന കുട്ടികളുടെ ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അവർക്ക് മാരകമായ അസുഖങ്ങൾ ഇന്നും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വലിയ സംഭവം ആണ് ഇതിന്റെ കാരണങ്ങൾ. അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള്, ചെറിയ കുട്ടികളിൽ പോലും ക്യാൻസറുകള്, ജനിതക പ്രശ്നങ്ങള്, മാനസികമായിട്ടുണ്ടാകുന്ന ആ പ്രശ്നങ്ങളിൽ ദുരന്തം നേരിട്ടവർക്ക് ദീർഘകാലം മാനസിക സമ്മർദ്ദവും ഭയവും വരെ നിലനിന്നു എന്നാണ് പറയുന്നത്. പരിസ്ഥിതി ഒരുപാട് നാശനം, ആക്രമണത്തിന് ശേഷം പല വർഷങ്ങളോളം മണ്ണും വെള്ളവും മലിനമായി തന്നെ നിലനിന്നു എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സമാധാന സന്ദേശം എന്ന പോലെയാണ് ഇന്നത്തെ ഹിരോഷിമയും നാഗസാക്കിയും ആണവായുധങ്ങളുടെ അപകടങ്ങൾക്ക് ശേഷം ഒരു ഇതായിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ആണവ പരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ നാട്ടില് റേഡിയേഷൻ പൊല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്ന് ഖനനം, ഞാൻ പറഞ്ഞു, യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് ധാതുക്കളുടെ ഖനനം കാരണം ഉണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷൻസും. ഈ റേഡിയേഷനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ കോശങ്ങളെ നശിപ്പിക്കുകയും DNA ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ക്യാൻസറസ് അസുഖങ്ങൾ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ക്യാൻസർ അസുഖങ്ങളാണ്. പണ്ട് ഇതുണ്ടായിരുന്നു, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്? പണ്ട് ഈ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ? ക്യാൻസറിനെ പറ്റി കേൾക്കുന്നത് വളരെ കുറവായിരുന്നു. ഒരുപാട് ആൾക്കാരിൽ കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ ഇപ്പൊ അതൊരു കോമൺ ആയിട്ട് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കോമൺ അസുഖങ്ങൾ പോലെ ആയി മാറുകയാണ്. എല്ലാവരുടെ ശരീരത്തിലും ഈ ക്യാൻസർ സെല്ലുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത് വളരാത്തത്? ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി ഓരോ ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നശിക്കുന്നു. കാരണം എന്താ? ഈ സൈലന്റ് കില്ലറായ ഈ റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും അത് ഈ നമ്മുടെ ആന്റിബോഡിയെ നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ക്യാൻസറസ് സെല്ല് ഡിവൈഡ് ചെയ്ത് ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിൽ ഈ ക്യാൻസർ ഉണ്ടായി വരുന്നത്. അപ്പോ ഈ റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഒരു സൈലന്റ് ആയിട്ടുള്ള കില്ലറാണ്. അതാണ് ഈ ക്യാൻസറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളായ ക്യാൻസർ പ്രധാനമായും രക്താർബുദമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ചർമ്മരോഗങ്ങൾ, പ്രത്യുൽപാദന ശേഷി കുറയുക, ജനിതക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. പരിസ്ഥിതി നാശം, മണ്ണും വെള്ളവും മലിനമാകുന്നത് വഴി സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്നു. ഇത് ഭക്ഷ്യ ശൃംഖലയെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് സസ്യങ്ങൾ ഇപ്പൊ ഇല്ല. എന്റെ ഓർമ്മയിൽ എനിക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി എന്ന് പറയുന്ന ഒരു മരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. പണ്ട് നമ്മൾ നഖങ്ങൾ വെച്ച്, നഖത്തിന് എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ പൂ വെച്ച് ചെയ്യുമായിരുന്നു. എല്ലാരും ചെയ്തിനോന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു മുരിക്ക് മരം എന്ന് പറയാം. അതിപ്പോ നമുക്ക് കാണാനേ കഴിയുന്നില്ല. കാരണം ഈ റേഡിയേഷന്റെ എഫക്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള മരങ്ങളുടെ ഒക്കെ നാശത്തിന് കാരണം ഈ റേഡിയേഷന്റെ എഫക്ട്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഈ റേഡിയേഷന്റെ മലിനീകരണം കുറയ്ക്കാൻ പറ്റും? മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഒന്നല്ല, എങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ ആവശ്യമില്ലാത്ത ദീർഘസമയം ഫോൺ ഉപയോഗിക്കുന്നത്, വിളികൾക്ക് സ്പീക്കർ മോഡ് അല്ലെങ്കിൽ ഇയർഫോൺ ഉപയോഗിക്കുക, ഉറങ്ങുമ്പോൾ ഫോൺ അകലെ വെക്കുക, ഫോൺ തലയിണക്കടയിൽ വയ്ക്കാതിരിക്കുക, ഉറങ്ങുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ആക്കുന്നത് നല്ലതാണ്, സ്ക്രീൻ സമയം നിയന്ത്രിക്കുക, TV, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ ഉപയോഗത്തിന് ഇടവേളകൾ നൽകുക, കുട്ടികൾക്ക് സ്ക്രീൻ
സമയം പരിമിതപ്പെടുത്തുക, വൈഫൈ റൗട്ടർ ശരിയായ സ്ഥാനത്ത് വെക്കുക, ഉറങ്ങുന്ന മുറിയിൽ വൈഫൈ റൗട്ടർ വെക്കാതിരിക്കുക, സാധ്യമായ രാത്രി ഓഫ് ചെയ്യുക, വയേർഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക, വയർലെസ് ഉപകരണങ്ങൾക്ക് പകരം വയേർഡ് ഫോൺ, ഹെഡ്ഫോൺസ്, കീബോർഡ്, മൗസ് എന്നിവ ഉപയോഗിക്കുക, ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക, പ്ലഗ് പുറത്തെടുക്കുക, കുട്ടികളെ ബോധവൽക്കരിക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സുരക്ഷിത ഉപയോഗത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. ലളിതമായ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിച്ചാൽ റേഡിയേഷൻ മലിനീകരണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ റേഡിയേഷൻ മലിനീകരണത്തെ പറ്റി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുരുക്കത്തിൽ റേഡിയേഷൻ മലിനീകരണം എന്നത് വളരെ ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. താങ്ക് യു all. Have a nice day. Okay. വേഗത്ത് വിളിച്ചോ ക്ലാസ്സിൽ തുടങ്ങി. ഇങ്ങനെ ഉണ്ടായിരുന്നു റസ്മിനാണ് ക്ലാസ്. കേൾക്കുന്നില്ലല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു മാം. പൊതുവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്തില്ല, കാരണം അതിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതൊന്നും പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ നിൽക്കൂലല്ലോ. അപ്പൊ നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വെച്ച് പറയാന്ന് വെച്ചു. അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് എടുത്തോ. ഇതില് നന്നായിട്ട് എടുക്കാൻ പറ്റും റസ്മിനിക്ക്? എന്താ ചെയ്യും? ഈ സബ്ജക്ട് ഇതില് എക്സ്പ്ലനേഷൻ ഒരുപാടുണ്ട്. ഞാൻ കുറെ സെർച്ച് ചെയ്തു. പക്ഷെ ഈ എക്സ്പ്ലനേഷനിലെല്ലാം വരുന്ന ടേംസ് എന്ന് പറയുന്നത് നമുക്ക് ദഹിക്കാത്ത ടേംസുകളാ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതിനെ കുറച്ചുകൂടി സിമ്പിൾ ആക്കി രീതിയിൽ പറയാന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നല്ല നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാന്ന് വിചാരിച്ചു അതിനെ ബ്രീഫ് ആക്കിയതാണ്. നല്ല പോയിന്റ്സ്, നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? ഞാൻ എടുക്കാം മിസ്സേ. സോനിയുടെ ടോപ്പിക് ഏതാ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോനയുടെ ഫുൾ നെയിം പറയാമോ? സോന ഷാജഹാൻ. ക്യാമറ ഓൺ ചെയ്യൂല? ചെയ്യാം. ഒരുങ്ങിയാ വന്നേക്കുന്നേ. എന്നിവിടെ നൈറ്റി ഒക്കെ പൂർക്കോളത്തിലിരിക്കുന്നേ. അത് കൊള്ളാം. എടുത്തോ. പോവാൻ വേണ്ടി നിൽക്കായിരുന്നു. ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ, ഞാൻ പുറത്തു പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. ശരി. സോനയുടെ ടോപ്പിക് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് ആണോ ഇത്? വാട്ടർ പൊല്യൂഷൻ ആണോ? അതെ, വാട്ടറിന്റെ ആണേ. അല്ല, എയർ എനിക്കായിരുന്നു. വാട്ടറേ ഉള്ളൂ. വാട്ടറാണ്. ജോഫിക്കാണ്. ജോഫി. സ്റ്റാർട്ട് ചെയ്തോ. Respected teacher and my dear friends, good afternoon. മിസ്സേ ഒരു മിനിറ്റ്, ബാങ്ക് വിളിക്കുന്നേ.
ഓക്കെ മിസ്സേ, തുടങ്ങാം. ഓക്കെ. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൊല്യൂഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്, അതിന്റെ കോസസ് എന്താണ്, ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നാണ് അല്ലെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൺട്രോൾ ആണ്. അപ്പം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് നോക്കാനുള്ളത് വാട്ടറിന്റെ പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിനെ കുറിച്ചാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, നമുക്കൊരു കുട്ടി സ്റ്റോറി പറയാം. പണ്ട് അതായത് ഒരു 1970 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പൊല്യൂഷൻസ് വളരെ കൂടുതലായിരുന്നു. ആ ഒരു ടൈമില് നമ്മുടെ പാർലമെന്റ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമമാണ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. അപ്പൊ ഈ ഒരു നിയമം കൊണ്ടുവന്നു. കാരണം അന്ന് ഏറ്റവും കൂടുതൽ വാട്ടർ പൊല്യൂഷൻ ആണ് നിലനിന്നിരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ വാട്ടർ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രിങ്കിങ്, ക്ലീനിങ്, കുക്കിങ്, അങ്ങനെ നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാട്ടർ പൊല്യൂഷൻ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്ലീൻ വാട്ടറിന്റെ ലഭ്യത കുറയുക എന്നാണ്. അത് നമ്മുടെ ഒരു മനുഷ്യരാശിക്ക് തന്നെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ലോ കൊണ്ടുവന്നു. അത് കൊണ്ടുവരുന്നത് 1974 ഓ ഓ ഓ ഒരു മിനിറ്റ് മിസ്സേ. കുഴപ്പമില്ല, ആളെ കൂളാക്കിട്ട് മതി. പിന്നെ വഴക്കുണ്ടാക്കി, അതുകൊണ്ടാ. അപ്പം 1974 ഈ ഒരു ലോ കൊണ്ടുവരുന്നത്. ആളെ ഓക്കെ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു കൊട എടുത്ത് കൊടുത്തോട്ടെ. ഉറങ്ങി. ഒരു മിനിറ്റ്. അതിനറിയില്ലല്ലോ നമ്മൾ സെമിനാറിൽ പോകുന്നത്. ഒരു മിനിറ്റ്. ഓ ഓ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തോ പിന്നെ എടുത്താൽ മതി. പറ്റില്ലെങ്കിൽ വേണ്ട. എന്നാ അടുത്ത് എടുക്കാം. എയർ എടുത്തു കഴിഞ്ഞെന്നാ എടുക്കാം. ഓക്കെ, എടുക്കാൻ ജോഫി ഇപ്പൊ എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കാൻ. കേക്കാവോ പറയുന്നത്? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. സോന, ഹലോ, കേക്കാമോ? സോനയ്ക്ക് കേക്കാമോ? കേക്കാം മിസ്സേ. ഇവൻ കരയുന്നു. കുഞ്ഞിന് പെണ്ണൊന്നും വേണ്ടണ്ട, അതിനറിയാൻ പാടില്ലല്ലോ. ഇല്ല, പെണ്ണൊന്നുമില്ല. ഇവൻ എപ്പോഴും ഇതുപോലെ. അതാ ഞാൻ മൈക്ക് പോലും ഓൺ ആക്കട്ടെ ക്ലാസ്സിലെ. ശരി, ജോഫി എടുത്തോളൂ. മ്യൂട്ടാണോ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ കേൾക്കാം മാം? കേൾക്കാം. ഇത് the Air Prevention and Control of Pollution Act 1981 ആണ് ഞാൻ എടുക്കാൻ പോണേ. ഇതിനകത്ത് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ന് പറയാം. പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ, മലിനീകരണം തടയുക. ഇത് പ്രിവെന്റ്, കൺട്രോൾ ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ ഇൻ ദ എൻവയോൺമെന്റ്. വായു മലിനീകരണം തടയുക, വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. Establishment of board to create regulatory bodies. മലിനീകരണ നിയന്ത്രണത്തിനായി കേന്ദ്ര മലിനീകരണ ബോഡീസ്, ഇത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. കേന്ദ്ര മലിനീകരണ ബോർഡുകളും സംസ്ഥാന മലിനീകരണ ബോർഡുകളും രൂപീകരിക്കുന്നു. മോണിറ്ററിംഗ് ക്വാളിറ്റി,
to set a standard for air quality and monitor emission from industries and vehicles. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുകയുടെയും വായുവിന്റെയും നിലവാരം നിശ്ചയിക്കുന്നു. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ definition of pollution. It define air pollution as any solid, liquid or gaseous substance including noise added in 1987 that is harmful to human, plants or the environment. വായുവിനെ ദോഷകരമായി ബാധിക്കുന്ന ഖരം, ദ്രാവകം, വാതകം, പദാർത്ഥങ്ങളെ ഈ നിയമം നിർവചിക്കുന്നു. ശബ്ദ മലിനീകരണവും 1877 ഭേദഗതിയുടെ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയ. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ഡിക്ലെയർ specific regions as air pollution control areas. Within these areas, the use of certain fuel or burn material can be burned. വായു മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളെ വായു മലിനീകരണ നിയന്ത്രണ മേഖലകളായി പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിക്കുന്നത് സർക്കാർ ആണ്. Constant requirement. No person can establish or operate any industrial plant in an air pollution control area without the consent of the state board. ഈ മേഖലകളിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മുൻകൂർ അനുമതി ലഭിച്ചിട്ടാണ്. ഇത് എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ചാർട്ടിന്റെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇതാണ്ട് ഇത് സ്റ്റോക്സ് കാണാമോ? ഹലോ ഹലോ കാണാം. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും വരുന്ന മലിനീകരണം, ഹൗസ് ഹോൾഡ് ഏജൻസീസ് നമ്മുടെ വീടുകളിൽ നിന്നും വരുന്ന വായു മലിനീകരണം, വേസ്റ്റ് മാനേജ്മെന്റ്, ഫാക്ടറികളിൽ നിന്നും വരുന്ന വേസ്റ്റിന്റെ പുക കാരണം, ഡീഫോറസ്റ്റേഷൻ, കാടുകൾ കത്തിച്ച് നശിപ്പിക്കുന്നതിൽ നിന്ന് വരുന്ന പുക, വാട്ട് ക്യാൻ ഡു, ഇത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്? പ്ലാന്റ് ട്രീസ് വെച്ച് പിടിപ്പിക്കുക, എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ട്, സ്വിച്ച് ഓഫ് ലൈറ്റ്സ് വെൻ നോട്ട് യൂസ്, ആവശ്യം ഇല്ലാത്തപ്പോൾ ലൈറ്റുകൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, ചൂസ് റീസൈക്കിൾ പാക്കേജ്, ഒരു റീസൈക്കിൾ പാക്കേജ് ആയിട്ട് എടുക്കുകയോ ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ environmental pollution. Environmental pollution making air, water and land dirty. പരിസ്ഥിതി മലിനീകരണം എന്നാൽ വായു, വെള്ളം, ഭൂമി എന്നിവയെ മലിനമാക്കുക എന്നാണ് അർത്ഥം. Pollution come from factories, vehicles and garbage. മലിനീകരണം ഫാക്ടറികൾ, വാഹനങ്ങൾ, മാലിന്യം എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്നു. എയർ പൊല്യൂഷൻ മേക്ക് ഇറ്റ്സ് ഹാർഡ് ടു ബ്രീത്ത് ആൻഡ് കേസസ്. വായു മലിനീകരണം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും രോഗങ്ങൾ കാരണമാവുകയും ചെയ്യുന്നു. ലാൻഡ് പൊല്യൂഷൻ ഹാപ്പൻസ് വെൻ ട്രാഷ് ഈസ് ത്രൂ എവരിവെയർ. എല്ലായിടത്തും മാലിന്യം വലിച്ചെറിയുമ്പോൾ ഖരമലിനീകരണം ഉണ്ടാകുന്നു. നോയിസ് പൊല്യൂഷൻ ഈസ് ലോഡ് സൗണ്ട് ദാറ്റ് ഹർട്ട്. ശബ്ദ മലിനീകരണം നമ്മുടെ കാതുകളെ വേദനിപ്പിക്കുന്നു. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളാണ്. പിന്നെ പൊല്യൂഷൻ എഫക്ട്സ് ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ് ടു. മലിനീകരണം മൃഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും ബാധിക്കുന്നു. We should not throw garbage on the streets or തെരുവുകളിലെയും നദികളിലും മാലിന്യം വലിച്ചെറിയാതിരിക്കുക. Planting trees can help reduce pollution. മരങ്ങൾ നടുന്നത് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. Keeping the environment clean in our responsibility. പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
ഇതൊക്കെയാണ് കഴിഞ്ഞോ? എയർ പൊല്യൂഷനകത്ത് വരുന്നത്. കഴിഞ്ഞ മാം ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഇപ്പൊ വളരെ ആക്ട് അല്ലേ പറഞ്ഞത്? അറിയത്തില്ല ക്ലാസ് എടുക്കാനും. The air and prevention control of pollution അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ മാം, അതാ പറഞ്ഞത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. നല്ല പ്രസന്റേഷൻ. പക്ഷെ നോക്കി വായിക്കരുതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ആദ്യമായിട്ടല്ലേ. കാണാതെ നല്ല ജസ്റ്റ് ഇങ്ങനെ നോക്കാം, പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പഠിക്കണം കേട്ടോ. കുഴപ്പമില്ല, അവരോട് നന്നായിരുന്നു. ചാർട്ട് റെപ്രസെന്റ് ചെയ്ത് നന്നായിരുന്നു. 2 ചാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ് എടുക്കാം. ഇനി പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇനി പഠിക്കണം, എടുക്കാൻ. കുഴപ്പമില്ല, നന്നായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ജോഫി. താങ്ക് യു. ഇനി ഞാൻ എടുക്കാം മിസ്സേ. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. സമയം ഉണ്ടാവോ? കുഞ്ഞിനെ അമ്മയുടെ കൊടുത്തു. അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓരോ ആക്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു കുട്ടി സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ പണ്ട് ഒരു 1970s ഇതുപോലെ പൊല്യൂഷൻസ് ഒത്തിരി അധികമായിരുന്നു. അതിൽ പ്രധാനമായിട്ടും വാട്ടർ പൊല്യൂഷൻ ആയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വാട്ടർ ഇന്നെവിറ്റബിൾ ആണ്. കുക്കിങ്, ബാത്തിങ്, ക്ലീനിങ്, ഡ്രിങ്കിങ്, ഇതിനെല്ലാം വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അന്ന് ഈ പൊല്യൂഷൻ കൂടി നിന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി, ഒരു നിയമം പാസ്സാക്കി. ആ നിയമമാണ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. 1974 ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നതും അത് നടപ്പിലാക്കുന്നതും. 1974 ആ ഇയർ ഒന്ന് നമ്മൾ ഓർത്തു വെച്ചിരുന്നാൽ മതിയേ. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ട് കൊണ്ടുവന്നു. ഇത് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരുടെ ആവശ്യമാണ്, ഒരു ടീം വേണം. അങ്ങനെ രൂപകൽപ്പന ചെയ്ത 2 ടീമുകളാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും. സെൻട്രൽ പൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീമായിരുന്നു. ഈ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. സ്റ്റേറ്റ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഓരോ ടീമുകൾ. ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിന് വേണ്ടി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മഹാരാഷ്ട്ര ആണെങ്കിൽ മഹാരാഷ്ട്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഓരോ ടീമിനെയും ഏർപ്പാടാക്കി. അപ്പൊ ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ആരെങ്കിലും ഇടുന്നുണ്ടോ, പുതിയ പുതിയ കൺട്രോൾ മെത്തേഡുകൾ കൊണ്ടുവരിക, അതൊക്കെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇതിനെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നതാണ് ഇതിന്റെ ഹെഡായിട്ടുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഒരു ലോയുടെ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ എയിം, ലക്ഷ്യം എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രിവെൻഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ, 2 കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ പ്രിവെൻഷനും കൺട്രോളും ഒന്ന് തന്നെയല്ലേ? പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അല്ല, രണ്ടും 2 ടേമാണ്. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ അതിനെ തടയുക. പ്രോബ്ലം ഉണ്ടായി അത് വഷളാകുന്നതിന് മുമ്പേ അതിനെ തടയുകയാണ് പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഓൾറെഡി ഉണ്ടായിപ്പോയി, ഇനി അത് വഷളാകാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. അതാണ് കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ എയിം നോക്കുകയാണെങ്കിൽ വെള്ളത്തിന് സ്വാഭാവികമായിട്ടൊരു വൃത്തിയുണ്ട്, ഒരു ക്ലീൻലിനെസ് ഉണ്ട് വാട്ടറിന്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ മൂന്നാമത്തെ ലക്ഷ്യം. ഇനി 4മത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിലുള്ള ചെറിയ ചെറിയ കുളങ്ങള്, തടാകങ്ങള്, അരുവികള്, ഇവയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ 4 എയിമുകളാണ് ഈ ഒരു ലോയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഈ ലോ കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? ഇൻഡസ്ട്രികൾക്കാണ്, അല്ലെങ്കിൽ ഫാക്ടറികൾക്കാണ്. നമുക്കറിയാം, വെള്ളത്തിലേക്ക് പ്രധാനമായിട്ടും വേസ്റ്റ് വരുന്നത് 2 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന് ഡൊമസ്റ്റിക് വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ, കടകളിലുള്ള കുഞ്ഞു കുഞ്ഞു വേസ്റ്റുകൾ. രണ്ടാമത്തെ ബൾക്കായിട്ടുള്ള വേസ്റ്റുകൾ, അത് നമ്മുടെ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകളാണ് രണ്ടാമത്തെ. അപ്പൊ ഈ ഒരു നിയമം പ്രകാരം ഒരു ഫാക്ടറിക്കും നേരിട്ട് നദിയിലേക്ക് വേസ്റ്റ് ഒഴുകാൻ സാധിച്ചിരുന്നില്ല ഈ നിയമത്തിന്റെ ഇത് വെച്ചിട്ട്. അപ്പൊ അവരുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓരോ ഫാക്ടറിയിൽ ചെന്ന് ഇൻസ്പെക്ട് ചെയ്യും.
അവിടുത്തെ വാട്ടറിന്റെ സാമ്പിൾ എടുത്ത് അല്ലെ വേസ്റ്റ് പരിശോധിച്ചതിന് ശേഷം അവരുടെ സാങ്ഷൻ കിട്ടിയിട്ടേ ഈ ഒരു വേസ്റ്റുകൾ പുഴയിലേക്ക് ഒഴുക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതാണ് ഇൻഡസ്ട്രികൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് അവർക്കൊരു പ്രശ്നമാണ്, പക്ഷെ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു സൊല്യൂഷൻ ആണ്. ആ ഒരു പ്രോബ്ലം കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ പൊല്യൂഷനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അത് നടക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം എന്തിനാ ഒരു ലോ കൊണ്ടുവന്നത്, ജസ്റ്റ് ഒന്ന് ക്ലാസ് എടുത്താൽ പോരായിരുന്നോ എന്ന്, അതായത് ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്താൽ പോരായിരുന്നോ, എന്തിനാണ് ഒരു ലോ ഒക്കെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം നമ്മൾ ഒരു മനുഷ്യന്റെ സ്വഭാവമാണേ, നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കണമെന്നില്ല. പക്ഷേ നമ്മളൊരു ലോ കൊണ്ടുവരുവാണെങ്കിൽ ഈ ലോ ലംഘിക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ ഈ പണിഷ്മെന്റിനെ പേടിച്ചെങ്കിലും ഈ പൊല്യൂഷനുകൾ അവർ കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ അവർക്ക് പെനാലിറ്റി അല്ലെങ്കിൽ പൈസ അടയ്ക്കേണ്ടി വരും, നഷ്ടപരിഹാരങ്ങൾ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 മാസം ജയിൽ ശിക്ഷ കൊടുത്തു. ചില കേസുകളിൽ ഇത് രണ്ടും പണിഷ്മെന്റും അതായത് പൈസ അടയ്ക്കണം, ജയിലിലും കിടക്കണം എന്നുള്ളതാക്കി. ഇനി ഇത് ആവർത്തിച്ച് ഇത് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ വലിയ വലിയ ശിക്ഷകളിലേക്കും അന്ന് പോയിരുന്നു. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പൊല്യൂഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുക, വാട്ടറിലോട്ട് ഈ വേസ്റ്റുകൾ ത്രോ ചെയ്യാതിരിക്കുക, അങ്ങനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ നാടിനെ നമ്മുടെ പ്ലാന്റിനെ ക്ലീൻ ആൻഡ് സേഫ് ആയിട്ട് വെക്കാം. സോ താങ്ക് യു സോ മച്ച്. കുറച്ചൊരു കുഞ്ഞിൻ്റെ ഒരു കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ, സോന എടുത്ത ടീച്ചിങ്, അതായത് നമുക്ക് ടീച്ചിങ് മെത്തേഡ്സിൽ കുറെ ഉണ്ട്. അതില് ഒരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ സോന ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് അറിയാമോ എന്ത് മെത്തേഡാണെന്ന്? സ്റ്റോറി ടെല്ലിങ്ങിലൂടെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. അതാണ്. അതും ഇത്രയും ഡ്രൈ ആയിട്ടൊരു ടോപ്പിക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് അത്ര ഈസി അല്ല കേട്ടോ. സോന ക്യാമറ ഓഫ് ചെയ്യില്ലേ, ഓൺ ചെയ്തേ. ഇതാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. സ്റ്റോറിയിലൂടെയാണ് നമ്മൾ അവർ ആക്ട് പഠിപ്പിച്ചത്. സാധാരണ ചില ടോപ്പിക്സ് ഒന്നും അങ്ങനെ നമുക്ക് സ്റ്റോറി ടെല്ലിംഗിൽ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അത് കുറച്ചും കൂടി നമുക്ക് അത്രത്തോളം ആഴത്തിൽ പഠിച്ചുകൊണ്ടാണോ എടുക്കാൻ പറ്റുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നല്ല കാര്യം. അപ്പൊ നമുക്ക് ചില ടോപ്പിക്സ് അങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ചാർട്ട് ചെയ്യുന്നതൊക്കെ ഓരോ മെത്തേഡ്സ് ആണ് അതൊക്കെ. ചിലപ്പോ ലെക്ചർ മെത്തേഡ്, ഇപ്പൊ റസ്മിൻ എടുത്തത് ലെക്ചർ മെത്തേഡിലാണ്. അതേപോലെ തന്നെ വനച്ച ടീച്ചർ എടുത്തതും ലെക്ചർ മെത്തേഡാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ ഓരോ മെത്തേഡ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ, മെത്തേഡ്സിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ അതൊക്കെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല പ്രസന്റേഷൻ. ഇത് എത്ര സമയം എടുത്ത് പഠിക്കാൻ? ഞാൻ 2 ദിവസം, അതും കുഞ്ഞിനെ ഉറക്കിയിട്ടിട്ടാ. 10 മണിക്ക് ശേഷമേ നോക്കാറുള്ളൂ, കാരണം അവൻ സമ്മതിക്കത്തില്ല ഫോണൊന്നും അങ്ങനെ എടുക്കാനേ. അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോഴ് ഇതിന്റെ അകത്ത് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈനിലുള്ളൊരു ഇതാണ്. അത് മാത്രമല്ല ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഒരു ടോപ്പിക്കാണ്. ഒന്നും പറയാനില്ല. റാപ്റ്റിനെ കുറിച്ച് അതേ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ടോപ്പിക്കിന്റെ പരിമിതി പോലെയാണ് എല്ലാവർക്കും ഓരോ ടോപ്പിക്സ് ആക്കി നിങ്ങൾ തന്നത്. ഓക്കെ, അപ്പൊ നല്ല പ്രസന്റേഷൻ. ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ കണ്ടോ ക്ലാസ് എടുത്താണ്ടോ? ഒരു ടെൻഷനും ഇല്ല. ആൾ വളരെ കൂളാണ്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരാളും ടെൻഷൻ ഇല്ല. ഫസ്റ്റ് നമ്മള് ആരാണ് റസ്മീൻ എടുത്തപ്പോ, റസ്മീന് തുടക്കം കുഴപ്പമില്ല, പക്ഷെ ടെൻഷൻ കയറിയോണ്ടാണ് അത് പറയാൻ പറ്റാൻ കുഴപ്പം. ടെൻഷൻ വന്നാൽ നമുക്ക് ഇപ്പൊ സോനക്ക് ടെൻഷൻ കയറിയ സോനക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ടെൻഷൻ വന്നതിന് ഇങ്ങനെ എടുക്കാൻ പറ്റും, അല്ലാതെ റിലാക്സ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നല്ല പ്രസന്റേഷൻ. എല്ലാവർക്കും വേറെ വേറെ പ്രസന്റേഷൻ സ്റ്റൈലാണ്. ഓക്കെ, ഇത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം. നല്ല ടീച്ചിങ് സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് അതേപോലെ തന്നെ നശിപ്പിക്കാതെ കൊണ്ട് നടക്കണം. ഇതിനെ മോഡലേറ്റ് എന്താ പറയാ, മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നിരിക്കാം. ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയത് സോനയുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നുള്ള ഇതിലാണ് സോന ക്ലാസ് എടുക്കുന്നത്. പറയുന്നത് അങ്ങനെയാണ്, കഥ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് പോയത്. നല്ല കാര്യം, ഭയങ്കര സന്തോഷം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ക്വാളിറ്റീസ് ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് ആദ്യം വേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, താങ്ക് യു സോന. താങ്ക് യു മാം. യെസ്, ഓക്കെ, നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? സുരമ്യയോട് സൈൻ ഔട്ട് പറയൂ. Okay, ma'am.
ഒരു റൈമ് പാടാം. Look at outside and then you say, what give us hope? It's our one and only son. Look at you and then you say, what can help you stand? It's my 2 legs. Okay, ma'am. Okay, thank you. Next. Nasil, അടുത്ത ക്ലാസ് ആണോ കേട്ടോ? അടുത്ത ക്ലാസ്സിലെ. okay, thank you, ma'am. Okay, ശരി. Thank you, ma'am. Thank you.